ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്നും തിരക്കുള്ള ദിവസം തന്നെയല്ലേ. എന്നാൽ അപ്പോൾ നിങ്ങൾക്ക് തിരക്കില്ലാത്ത ദിവസം എന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ എന്തായാലും ഞാൻ മുറ്റൊക്കെ അടിച്ച് വാരിയിട്ടുണ്ട് ആദ്യം. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ചോറും കൂട്ടാനൊക്കെ വേഗം റെഡിയാക്കി എടുക്കണം. ഒന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം കാര്യമായിട്ട് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് പോകണത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എടുക്കണം. കിച്ചണിൽ ഒരു പ്രാവശ്യം വന്ന് പോയതാണ് കേട്ടോ. നമ്മൾ ഐഫക്കുട്ടിക്ക് മദ്രസയിൽ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ 6:30 ആകുമ്പോഴത്തേന് മദ്രസയിൽ എത്തണം. അപ്പം ഓൾക്ക് ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുത്താണ്ട് ഓളെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ചിട്ടാണ് കേട്ടോ. പിന്നെ മുറ്റടിച്ച് വരാനൊക്കെ നിന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ കിച്ചണിൽ വന്ന് ആദ്യം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ട്, വെളിച്ചമൊക്കെ ഒന്ന് നല്ലോണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ കിച്ചണിൽ അല്ലെങ്കിൽ തന്നെ വെളിച്ചം കുറവാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിനി ആദ്യം. അപ്പോൾ അത് വെള്ളത്തിലിടുന്നതല്ലാന്ന് തോന്നി. പിന്നെ ഞാൻ അങ്ങനെ മണ്ണൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ കുഴിച്ചിട്ടേനി കേട്ടോ. അപ്പോൾ അതിന് നല്ല പുതിയൊരു ലീഫൊക്കെ വന്നിക്കണം. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ നമ്മൾ കുഴിച്ചിട്ട് സാധനം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് കാണുമ്പോൾ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ആദ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല പച്ചപ്പും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പുട്ടുപൊടി ഉണ്ടായിനി. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് പുട്ടുപൊടി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിനി. ചോറ് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ ഒരു പ്രാവശ്യം വന്ന് പോയതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിനെ മദ്രസക്കൊക്കെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചായ ഉണ്ടാക്കാനൊക്കെ വന്നപ്പോൾ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ടായിനി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. ചോറിനിപ്പോൾ ഒന്ന് വാർത്ത് വെക്കണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ആദ്യം ആ വെള്ളം ഞാൻ ഊറ്റിക്കളയിട്ടു. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വാർത്തെടുക്കുക. റേഷൻ കടീത്തെ അരി ആയതുകൊണ്ട് നല്ല പശപ്പശപ്പ് ഉണ്ടാവും. അപ്പോൾ ആ പശപ്പശപ്പ് പോയെങ്കിലുള്ളൂ ചോറ് നന്നാവുക. അങ്ങനെ ആ പശപ്പശപ്പൊക്കെ കളഞ്ഞ് വാർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് വൈകുന്നേരത്തിനൊന്നും കേടൊന്നും വരില്ല കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ഊറ്റിക്കളഞ്ഞ് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാണ് അത് വാർത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതാ നമ്മൾ പുട്ടിന് പൊടി നനച്ച് വെച്ചിരുന്നല്ലോ. പൊടിയൊക്കെ ഇപ്പോൾ പാകത്തെ നനവായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അരിപ്പൊടിയും പുട്ടുപൊടിയൊക്കെ ഏതാ യൂസ് ചെയ്യലെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാർ ചോദിക്കലുണ്ട്. ഞാനിത് നമ്മളെ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യൽ. ആദ്യമൊക്കെ അരിയൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് ഞാൻ തന്നെ പൊടിപ്പിച്ചല്ലേ ഇനിയും പത്തിരിക്കാണെങ്കിലും പുട്ടിനാണെങ്കിലും ഒക്കെ. ഇപ്പോൾ പിന്നെ നമ്മൾ ഷോപ്പിലുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ HSO മാർക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുക്കുമല്ലോ. കൊടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഓരോരുത്തുനിന്ന് റിട്ടേൺ കൊണ്ടുവരാനുണ്ടാവും. കാരണം പാക്കറ്റൊക്കെ കുറച്ച് മുഷിപ്പൊക്കെ ആയിട്ട് തോന്നിയത്. ഉള്ളിൽ നല്ലതാവും, പക്ഷേ പാക്കറ്റൊക്കെ ഇങ്ങനെ ചുളിഞ്ഞതൊക്കെ ആകുമ്പോൾ പിന്നെ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനത്തൊക്കെ ഞാൻ തന്നെ എടുക്കലാണ് കേട്ടോ. നല്ല പുട്ടുപൊടിയാണ് കേട്ടോ. ഞാൻ അധികം ഇപ്പോൾ തന്നെയാണ് യൂസ് ചെയ്യൽ. അതേപോലെ തന്നെ അരിപ്പൊടിയും പിന്നെ നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനൊക്കെ നല്ല അടിപൊളി അരിപ്പൊടിയാണ്. പിന്നെ പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർ വീട്ടിലുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണല്ലോ. നല്ലോണം അരിയൊക്കെ കഴുകി, നല്ല വില കൂടിയ അരിയാണ് കേട്ടോ ഒരു വാങ്ങുക. അതൊക്കെ കഴുകി ഉണക്കി പൊടിച്ച് നമുക്ക് പാക്കായിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് 100% വിശ്വസിച്ചിട്ട് വാങ്ങിക്കാം. ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിൽ ഒരു 5 രൂപയൊക്കെ അധികം ഉണ്ടാവും. റേറ്റിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ പുട്ടൊക്കെ ആയിട്ടുണ്ട്. പുട്ടൊക്കെ ഞാനിതാ കാസറോളിൽ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടിനൊന്ന് കറി ഉണ്ടാക്കണില്ല കേട്ടോ. കുറച്ച് ബീഫുണ്ട്. ബീഫ് പറഞ്ഞാൽ പലവക എന്ന് പറയട്ടോ നമ്മൾ. അതുണ്ട് കുറച്ച്. അപ്പോൾ അത് വരട്ടിയതാണ്, എന്നാലും അത് എടുക്കാമെന്ന് വിചാരിച്ചു. അതവിടെ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പരിപ്പ് കറിയാണ് ഇട്ടെന്ന് ഉണ്ടാക്കുന്നത്. പരിപ്പ് മുരിങ്ങി വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് ചോറിന്. അപ്പോൾ പരിപ്പ് ഞാൻ കുറച്ചെടുത്ത് പിന്നെ ഒരു പാത്രത്തിലിട്ട് കഴുകിയൊക്കെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്ക് ഞാനൊരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതാക്കി അരിഞ്ഞ് അതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പരിപ്പ് മുരിങ്ങയും കറി വെക്കുമ്പോൾ പിന്നെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി പരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടല്ലോ അവർക്ക് കുഴപ്പമുണ്ടാവില്ല വെളുത്തുള്ളി ചേർത്താൽ. അങ്ങനെ അതും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ പലവകർച്ചി പറഞ്ഞല്ലോ ഞാൻ, അതിതാ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പലവക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോയെന്ന് അറിയില്ല കേട്ടോ. ഓരോ ഭാഗത്തും ഓരോരോ പേരല്ലേ. ശരിക്കും നല്ല ബീഫല്ല, അല്ലാതെ ബീഫ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ, കുറച്ച് വില കുറവിൽ. അങ്ങനത്തെ ബീഫാട്ടോ ഇത്. അപ്പോൾ ഞാൻ 2 കഷ്ണം പുട്ടൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ആ ബീഫ് വരട്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുട്ടിക്ക് കറി ഇല്ലെങ്കിൽ കൊല്ലി കെട്ടിയിട്ട് വെക്കൂല. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് കേട്ടോ.
ചിലപ്പോൾ ഒരു മടിയാണ് കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ തലേ ദിവസത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ കറിക്ക് നിർബന്ധമുള്ള ആൾ നമ്മളെ ചിഞ്ചുമോളാണ്. അപ്പോൾ ഇവിടെ ഇല്ലല്ലോ ഇപ്പം. മറ്റൊക്കെ പിന്നെ എന്ത് കൊടുത്താലും ഒരു കഴിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ. പിന്നെ ഞാൻ പോയിട്ട് മുരിങ്ങയൊക്കെ ഒടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ മുരിങ്ങയൊക്കെ ഊരിയാണ്ട് ഇതാ കഴുകി വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ടേനി. അതുപോലെ തന്നെ പിന്നെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടതിന് പരിപ്പും വന്നിട്ടുണ്ടേനി. അപ്പോൾ ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഒരു ചട്ടിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. വെളുത്തുള്ളിയും കൂടെ ചേർക്കുമ്പം നല്ല ഫ്ലേവറാണ് കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയിൽ കടന്നിട്ട് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴേ നല്ലൊരു സ്മെല്ലാണ്. അത് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റും കൊടുക്കും. അപ്പോൾ വെളുത്തുള്ളി ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ആ ഒരു എണ്ണയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് മാത്രം ചേർക്കുകയാണെങ്കിൽ പച്ചമുളക് മാത്രം ചേർത്താൽ മതി, മുളക് പൊടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേന്. പിന്നെ ഒരു 1/4 ഗ്ലാസ് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങ ഉണ്ടല്ലോ, ആ ഒരു മുരിങ്ങയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങ നല്ലോണം വേവരുത് കേട്ടോ. മുരിങ്ങ നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കറി ഒരു കയ്പേക്കാരം. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഇതിലിട്ടിങ്ങോട്ട് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മുരിങ്ങ വാടി കിട്ടും. പിന്നെ കറി ഒന്നാണ് തിളക്കുമ്പോൾ തന്നെ മുരിങ്ങ വെന്തും ചെയ്തോളും. അപ്പോൾ അതാ ഞാൻ മുരിങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ പരിപ്പൊക്കെ വേവിച്ച് വെച്ചിരുന്നല്ലോ, ആ ഒരു പരിപ്പ് വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ചൊഴിക്കും ചെയ്യാം കേട്ടോ. ഞാൻ അപ്പോൾ തേങ്ങ അരച്ച് കണ്ട് ഒഴിക്കണമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ആ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറൊന്ന് ചട്ടിയിട്ട് ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മളെ പരിപ്പും മുരിങ്ങയും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ പലരും പല രീതിയിലുണ്ടാക്കും, ഞാനും അങ്ങനെ തന്നെ കേട്ടോ. ചിലപ്പോൾ വേറെ രീതിയിലുണ്ടാക്കും, ചിലപ്പോൾ ഈ ഒരു രീതിയിലുണ്ടാക്കും. അങ്ങനെ കറിയൊക്കെ ആയിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ നമ്മൾ സ്റ്റോക്ക് റൂമിലേക്ക് പോകാണ്ടേനി കുറച്ച് സാധനങ്ങൾ ഒരു HSO കൊടുക്കാണ്ടേനി കേട്ടോ. 2 HSOമാർക്കുള്ള സാധനങ്ങൾ കൊടുക്കാണ്ടേനി. അപ്പോൾ അതൊക്കെ സ്റ്റോക്ക് റൂമിൽ പോയി എടുത്തു കൊണ്ടുവന്ന് ഓർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ അനിയത്തിൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത്. ഇപ്പോൾ വണ്ടി ഉണ്ടായതുകൊണ്ട് നല്ല സുഖമാട്ടോ. സ്റ്റോക്ക് റൂമിലേക്ക് പോകാനും HSOമാർക്ക് സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ എപ്പോഴും ഓട്ടോറിക്ഷ വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ ടൈമിനനുസരിച്ചിട്ട് പോവുകയും ചെയ്യുക വരും ചെയ്യുക. അപ്പോൾ അതൊരു സുഖമുണ്ട്. പിന്നെ വലിയ റോട്ടുമ്പോൾ കൂടെ ഒന്നും ഞാൻ അങ്ങനെ വണ്ടി ഓടിക്കലില്ല കേട്ടോ. അങ്ങനെയൊക്കെ പോകുമ്പോൾ അനിയത്തിൻ്റെ കൂടെയാണ് പോവൽ. അങ്ങനെ ഓള് മക്കളെ പറഞ്ഞയച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ HSOമാർക്ക് സാധനങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തൊക്കെ വന്ന് ഇനി ഞങ്ങൾ രണ്ടാളും നിലമ്പൂർക്കാണ് കേട്ടോ പോണത്. അപ്പോൾ എനിക്കൊരു കൊറിയർ ഉണ്ട്, അത് വാങ്ങും വേണം. പിന്നെ എൻ്റെ അനിയത്തി നല്ല ഉഷാറായിട്ട് തയ്ക്കും കേട്ടോ. നൈറ്റി ആണെങ്കിലും ഫ്രോക്കാണെങ്കിലും ചുരിദാറും ഒക്കെ നല്ലോണം തയ്ക്കും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് കുറച്ച് നൈറ്റി തുണി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഓളോടത്തേക്ക് ഇങ്ങനെ തയ്ക്കാൻ ആൾക്കാർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ഒരു കാണുമ്പോൾ എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ, എനിക്ക് കുറച്ച് നൈറ്റി തുണി അവിടെ കൊണ്ടുപോയി വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓളെ പിന്നെ അടുത്തുള്ള ആൾക്കാർ തന്നെ പറയലുണ്ട്, എനിക്കിങ്ങനെ തയ്ക്കണ ആളല്ലേ ഈ, അപ്പം എനിക്ക് കുറച്ച് തുണികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചുകൂടെ എന്നൊക്കെ പറയലുണ്ട്, എന്നോട് പറഞ്ഞിന് കേട്ടോ. അപ്പം നമുക്ക് അതും നോക്കാമെന്ന് പറഞ്ഞാണ്ട് തുണികളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ പോവാട്ടെ ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ആദ്യം നമ്മൾ കൊറിയർ ഓഫീസിൽ പോയിട്ട് നമുക്ക് വാങ്ങാനുള്ള കൊറിയറൊക്കെ വാങ്ങി. ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നൈറ്റി തുണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ കട ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോട് പെർമിഷൻ ചോദിക്കാതെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഒരുപാട് തുണികളുണ്ട് കേട്ടോ. നൈറ്റി തുണിയാണെങ്കിലും അതേപോലെ ചുരിദാർ ബിറ്റും ഇങ്ങനെ മുറിച്ചെടുക്കുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് 20 തുണിയാണ് കേട്ടോ എടുത്തത്. 20 നൈറ്റി തുണി എടുത്ത് 3 ഷാളുള്ളത് കൊടുത്ത് ഷാളും ബിറ്റും കൂടെ കൂടിയത് കേട്ടോ. ബാക്കിയുള്ളത് പിന്നെ സാധാ നൈറ്റി തുണിയാക്കിയിട്ട് എടുത്ത് പിന്നെ അങ്ങനെ അവിടുന്ന് പോന്നു. പിന്നെ നല്ല ദാഹം ഉണ്ടായിന്. അപ്പം കരിമ്പ് ജ്യൂസ് അടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾ രണ്ടാളും മോരും വെള്ളം ഉണ്ടോ കുടിച്ചത്, കരിമ്പ് ജ്യൂസൊന്നും അല്ല കുടിച്ചത്. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടുന്ന് പോന്നു. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൈത്തൊലിലൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ ഹസ്ബൻഡുമാരോട് ചോദിക്കണ്ടേ. അവർ തരായിട്ടല്ല, അവർ തരും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കയ്യിലും ചെറുതായിട്ടൊരു പോക്കറ്റ് മണിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണ്ടല്ലോ.
നമ്മളെ ആവശ്യങ്ങളൊക്കെ നമുക്ക് തന്നെ നിറവേറ്റാമല്ലോ. അതേപോലെ തന്നെ മക്കളൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല വാങ്ങിക്കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തൊഴിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുണ്ടാവും. അപ്പോൾ ചെറിയൊരു പൈസയാണെങ്കിലും അതിന് നമ്മളെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വലിയൊരു സന്തോഷം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂത്തമാരെ വീട്ടിലേക്ക് കയറിയിട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോക്കെ നൈറ്റി തുണി വാങ്ങുകയും ചെയ്ത്. പിന്നെ ഒരു മൂത്താപ്പാൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയ്ക്കണം കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു പിന്നെ ഫുഡ് കഴിക്കാതെ വിട്ടില്ല, മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനും. അങ്ങനെ ഞങ്ങൾക്ക് ചോറൊക്കെ വിളമ്പി തന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ എൻ്റെ മൂത്താപ്പാനെ കണ്ടപ്പം ഇപ്പാനെ ഓർമ്മ ഒന്നും ചെയ്തിട്ടോ. ഇപ്പാൻ്റെ മുഖം തന്നെയാണ് എൻ്റെ മൂത്താപ്പാക്കും. ഇപ്പാക്ക് 4 ജ്യേഷ്ഠന്മാരും 2 പെങ്ങന്മാരുമാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പാൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ. അപ്പോൾ ആ ഒരു മൂത്താപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പാൻ്റെ മുഖത്തേക്ക് നോക്കണ പോലെ തന്നെയാണ്. അപ്പോൾ എന്തോ വല്ലാത്തൊരു സങ്കടം, വല്ലാത്തൊരു ഫീലൊക്കെ വന്നു കേട്ടോ. ഉപ്പാനെ കാണാനൊക്കെ പൂതിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മൂത്തമ്മയും 2 മാക്സി തുണിയൊക്കെ എടുത്തിട്ടോ അവിടുന്ന്. പിന്നെ ഓരതൊക്കെ തയ്ക്കൽ എൻ്റെ അനിയത്തിൻ്റെയാണ്, മൂത്തന്മാരതും ഞങ്ങളതൊക്കെ തുണികളൊക്കെ തയ്ക്കൽ ഓളന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2 നൈറ്റി തുണിയൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ അതിൻ്റെ ആ വീടിൻ്റെ മേലെ ഉണ്ട് എൻ്റെ വലിയ മൂത്താപ്പാൻ്റെ വീട്. അപ്പോൾ അവിടെയും പോയി അവിടുന്ന് മൂത്തമ്മ നൈറ്റി തുണിയൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയിട്ടോ. വന്നപ്പോൾ പിന്നെ നമ്മളെ തറവാട്ടിലും കയറി ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് ഉമ്മാക്കും ഒന്ന് എടുത്തു കൊടുത്തു. അതേപോലെ 2 തുണിതാ ഈ റെഡ് കളർ ഉണ്ടല്ലോ അത് രണ്ടും ഞാൻ മാറ്റി വെച്ചതേന് കേട്ടോ. നെറ്റായിട്ട് തയ്ച്ചു തരാൻ പറഞ്ഞോളോട്. അപ്പോൾ 2 റെഡായപ്പോൾ പിന്നെ ഒന്ന് ഞാൻ മാറ്റി വേറെ കളറാക്കി. ഞാൻ ഒരു റെഡ് കളറിൻ്റെ തന്നെ ഒരു പിന്നെ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ അവിടെ, അതാണ് കേട്ടോ നമ്മളെ ഇവിടുത്തെ അമ്മ എടുത്തത്. അങ്ങനെ ഉമ്മാൻ്റെ പിന്നെ അളവിനുള്ള തുണിയൊക്കെ വാങ്ങിനി. അങ്ങനെ ഉമ്മാൻ്റെ നെറ്റ് ഓളഞ്ഞ കേട്ടോ തയ്ച്ചു കൊടുക്കൽ. പിന്നെ ഇതാവൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നെറ്റ് തുണി ചിലവായി പോയിട്ടോ. ഇനിയിപ്പോൾ തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അനിയത്തിക്കും ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങി കൊടുത്തിട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ വേറെയും തുണികളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഓൾക്കും ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിക്കോളും. അപ്പോൾ ഇതാ നമ്മളെ ഐഫക്കുട്ടി സ്കൂളിലൊക്കെ വന്നിട്ടോ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.